ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള അമിതാധികാര കേന്ദ്രീകരണ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസിനെ കാണാൻ സാധിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഫണ്ടുകൾ നൽകിയും മറ്റു രീതിയിൽ എല്ലാവിധത്തിലും പിന്തുണ നൽകിയും മുന്നോട്ടു പോകുന്ന പൊതു സർവകലാശാലകളിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് യാതൊരു അധികാരവുമില്ല എന്ന രീതിയിലുള്ള സമീപനമാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായി, ഇപ്പോൾ രാജ്യമെമ്പാടും നടപ്പാക്കി വരുന്ന സംഘപരിവാർ അജണ്ടയായ കാവ്യവൽക്കരണം അതിദ്രുതം നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ഗവർണർമാർ ചാൻസലർമാരായി നിയോഗിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി വൈസ് ചാൻസലർമാരെ നിയോഗിക്കാനുള്ള സാധ്യത ഈ റെഗുലേഷൻസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. ആ വൈസ് ചാൻസലർമാരാകട്ടെ ഇതുവരെയുള്ള നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വിരുദ്ധമായി അക്കാഡമിക് ക്വാളിറ്റി നിർബന്ധമല്ല എന്ന രീതിയിലുള്ള സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് പ്രകാരം അക്കാദമിക യോഗ്യതയോ ബൗദ്ധികമായിട്ടുള്ള അനുഭവ സമ്പത്തോ അല്ല, മറിച്ച് വ്യാവസായിക മേഖലയിൽ 10 വർഷക്കാലത്തെ പരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്കും വൈസ് ചാൻസലറായി നിയമനം തേടാം എന്നുള്ള സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത്. മികച്ച അക്കാദമിക് ക്വാളിറ്റി ഉള്ളവരും ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ഉള്ളവരുമായ വൈസ് ചാൻസലർമാരെയാണ് സാധാരണയായിട്ട് നമ്മുടെ സർവകലാശാലകളുടെ നേതൃത്വത്തിലേക്ക് നിയോഗിച്ചു പോരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി IASകാർ, IPSകാർ, അതുപോലെ വ്യാവസായിക മേഖലയിൽ പ്രമുഖരായവർ തുടങ്ങിയവരെ നിയോഗിക്കാം എന്നുള്ളതാണ് പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് പറയുന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ നിയമനവും ഈ രീതിയിൽ വലിയ നിലയിൽ വെള്ളം ചേർത്തിട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ഉൾപ്പെടെ നടപ്പാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. അതായത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് നിർബന്ധമല്ലാതെ വരികയും ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സ്പേർട്ടാണ് എന്ന് അവകാശപ്പെട്ടാൽ അവർക്ക് കോളേജുകളിൽ പ്രൊഫസറാവാം എന്ന നിലയും നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ്. ഇപ്പോഴിതാ നെറ്റ് എന്നുള്ള അടിസ്ഥാന യോഗ്യത നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 55% PGക്ക് മാർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ 75% 4 ഇയർ ബിരുദ കോഴ്സിൽ നേടാനായാൽ PhD കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അഭികാമ്യം എന്ന നിലയിൽ ഒരാൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാം എന്നാണ് പറയുന്നത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്നുള്ള രീതി തീർച്ചയായും യാതൊരു ഗുണമേന്മയുമില്ലാത്ത തങ്ങൾക്ക് അനുഭവ സമ്പത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് കോളേജുകളിൽ അധ്യാപനം നിർവഹിക്കാനുള്ള അവസരം ഒരുക്കലാണ്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ തമസ്കരിക്കപ്പെടുകയും വക്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ചരിത്ര പാഠങ്ങൾ ഉൾപ്പെടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗം തമസ്കരിച്ചുകൊണ്ടാണ് NCERT ഉൾപ്പെടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ നൽകുന്നത്. അതുപോലെ തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തവും പീരിയോഡിക് ടേബിളും ഒഴിവാക്കിക്കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠിക്കാനായി തയ്യാറാക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇപ്പോഴുള്ള ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ്, ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ദൂരവ്യാപകമായ പ്രത്യാഘാതമായിരിക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അക്കാഡമിക് ക്വാളിറ്റി ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങളിലൂടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വലിയ രീതിയിൽ തുരങ്കം വയ്ക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് അഥവാ കരട് റെഗുലേഷൻസ് കേരളത്തിന് സ്വീകാര്യമല്ല. ആ രീതിയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UGCക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനും കത്തുകൾ അയക്കാനും നിർദ്ദിഷ്ട മാർഗത്തിലുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒക്കെയുള്ള നടപടികൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും. അതുമാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ വ്യത്യസ്ത ഏജൻസികൾ, സർവകലാശാലകൾ, ഉന്നത വിദ്യാ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വളരെ വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം അജണ്ടകൾ ജനസമക്ഷം സമൂഹമധ്യത്തിൽ രാജ്യമെമ്പാടും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിശദീകരണങ്ങളും ചർച്ചകളുമൊക്കെ സംവാദങ്ങളും ഈ വരും നാളുകളിൽ കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഉറപ്പാക്കുന്നതാണ്.